ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വീണ്ടും തിരിച്ചടിയായിക്കൊണ്ട് ആയുഷ് മാത്രേ റൂൾഡ് ഔട്ട് ആവുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള മത്സരത്തിലാണ് ആയുഷ് മാത്രയ്ക്ക് പരിക്ക് പറ്റി പുറത്തുപോയത്. ആ പരിക്ക് വളരെ ഗുരുതരമാണെന്നറിയുന്നു. 6 ആഴ്ച മുതൽ 12 ആഴ്ച വരെ റെസ്റ്റ് എടുക്കേണ്ട പരിക്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ IPL-ൽ ഇനിയൊരു മത്സരം പോലും കളിക്കാനാകില്ല. ഈ IPL-ൽ ഏറ്റവും കൂടുതൽ പരിക്ക് ബാധിക്കപ്പെട്ടത് തീർച്ചയായും CSK ടീമിനെ തന്നെയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നാണ് പേസ് ബൗളർ ഖലീൽ അഹമ്മദ് പരിക്ക് പറ്റി പുറത്തായത്. അതിന് പിറകെയാണ് ആയുഷ് മാത്രയുടെ പരിക്ക് മൂലമുള്ള പുറത്താകലിന്റെ വാർത്ത വരുന്നത്. നഥാൻ എല്ലിസിന് ഒരൊറ്റ മത്സരം പോലും ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി തവണ കളിക്കാനായിട്ടില്ല. മഹേന്ദ്ര സിംഗ് ധോണി ടീമിനൊപ്പം ഇതുവരെയും ചേർന്നിട്ടില്ല. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളിൽ അകപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ചെന്നൈ സൂപ്പർ കിങ്സ്. ആരാധകർക്ക് തീർത്തും നിരാശ സമ്മാനിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ആയുഷ് മാത്രയുടെ പുറത്താകൽ. പോയിന്റ് പട്ടികയിൽ വളരെ പിറകിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഉള്ളത്. അവിടെ നിന്നൊരു തിരിച്ചുവരവിന് ശ്രമിക്കുമ്പോഴാണ് വീണ്ടും പരിക്കുകൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി 3-ാം നമ്പറിലെത്തി മികച്ചൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ഒരു കളിക്കാരനെയാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് നഷ്ടമാകുന്നത്. സഞ്ജു സാംസണും ആയുഷ് മാത്രയുമാണ് ഈ IPL-ൽ ഭേദപ്പെട്ട പ്രകടനം ടീമിന് വേണ്ടി കാഴ്ചവെക്കുന്ന താരങ്ങൾ. അതിൽ ഒരാളെയാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് നഷ്ടമായിരിക്കുന്നത്. ആയുഷ് മാത്രയ്ക്ക് പകരക്കാരനായി 11-ൽ ഒരു പക്ഷേ ഉർവിൽ പട്ടേലായിരിക്കും സ്ഥാനം പിടിക്കുക. പക്ഷേ ഉർവിൽ പട്ടേലിന് ആയുഷ് മാത്രയ്ക്ക് എത്ര കണ്ട് പകരക്കാരനായി തീരാൻ കഴിയും എന്നത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ദീപക് ഹൂഡ, അഥർവ ടൈറ്റ്, മനാൻ വോഹ്രെ, യാഷ് ദുൽ തുടങ്ങി ഈ 4 കളിക്കാരിൽ നിന്ന് ആയുഷ് മാത്രയ്ക്കുള്ളൊരു പകരക്കാരനെ കണ്ടെത്താനുള്ള ശ്രമവും CSK നടത്തുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം ആയുഷ് മാത്രയ്ക്ക് പകരക്കാരനായി ആരെത്തും ടീം സ്ക്വാഡിലെന്ന്. പക്ഷേ നിലവിൽ ടീം സ്ക്വാഡിൽ തന്നെയുള്ള ഉർവിൽ പട്ടേലിനാണ് സാധ്യത കൂടുതൽ. എങ്കിൽ പോലും ഒരു കളിക്കാരൻ പുറത്തു പോകുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് ഒരു റീപ്ലേസ്മെന്റ് നടത്തും എന്നതിൽ സംശയമില്ല. ചെന്നൈ സൂപ്പർ കിങ്സിന് ഇനി അങ്ങോട്ട് ഓരോ മത്സരങ്ങളും വളരെ നിർണായകമാണ്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള പരിക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനെ പിടികൂടിയിരിക്കുന്നത്. ആരാധകരും നിരാശയിലാണ്. ആരാധകരുടെ നിരാശ മറികടന്നുകൊണ്ട് ആയുഷ് മാത്രയ്ക്ക് നല്ലൊരു പകരക്കാരനെ കണ്ടെത്തി വിജയങ്ങളുടെ മുന്നേറാൻ CSKക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.